സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1961 അപ്രന്റീസ് ആക്ട് പ്രകാരം അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിനായി താൽപര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. 3000 ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത്. ഒഴിവുകളുടെ എണ്ണം അഥവാ സംവരണം ചെയ്ത ഒഴിവുകൾ താൽക്കാലികമാണ്. ബാങ്കിൽ യഥാർത്ഥ ആവശ്യകത അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടും. തിരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ശാഖകൾ അനുസരിച്ച് സ്റ്റൈപ്പൻഡ് നൽകും. 15,000 രൂപയാണ് സ്റ്റൈപ്പൻഡായി അനുവദിക്കുക. ഇതിനു പുറമെ ഉദ്യോഗാർത്ഥികൾക്ക് അധിക ആനുകൂല്യങ്ങളും അലവൻസും നൽകുന്നതല്ല. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പരിശീലന കാലയളവായ 12 മാസം വരെ കരാർ സാധുവായി തുടരും. വിഭാഗങ്ങളുടെ റിസർവേഷൻ അനുസരിച്ച് ഉദ്യോഗാർത്ഥികൾ നിശ്ചിത തുക അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് 800 രൂപയും GSTയുമാണ് അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടത്. SC, ST, OBC, വനിതകൾ എന്നിവർക്ക് 600 രൂപയും GSTയും, PWBD വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് 400 രൂപയും GSTയുമാണ് അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടത്. ഉദ്യോഗാർത്ഥികളുടെ കട്ട് ഓഫ് പ്രായപരിധി തീയതി പ്രകാരം 1/4/1996 31/3/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എന്നിരുന്നാലും SC, ST, OBC, PWBD മുതലായ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധി കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ബാധകമാണ്. തസ്തികയുടെ ആവശ്യകതയ്ക്ക് അനുസൃതമായി യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈൻ എഴുത്തു പരീക്ഷയുടെയും പ്രാദേശിക ഭാഷാ പരിചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടപടിക്രമത്തിന്റെ ഭാഗമായി ഉദ്യോഗാർത്ഥികൾ കമ്മിറ്റി നടത്തുന്ന വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകണം. സ്വന്തം വിവേചനാധികാരത്തിൽ മറ്റേതെങ്കിലും ടെസ്റ്റ് നടത്തുന്നതിനോ മറ്റേതെങ്കിലും തിരഞ്ഞെടുക്കൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനോ ഉള്ള അവകാശം ബാങ്കിൽ നിക്ഷിപ്തമാണ്. എഴുത്തു പരീക്ഷയുടെ താൽക്കാലിക തീയതി 2024 ജൂൺ 23 ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ 31/3/2020 ശേഷം ബിരുദം പൂർത്തിയാക്കി പാസിംഗ് സർട്ടിഫിക്കറ്റ് നേടിയവരായിരിക്കണം. എങ്ങനെ അപേക്ഷിക്കാം? താൽപര്യമുള്ളവരും യോഗ്യരുമായ വ്യക്തികൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമായ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അതേ പോർട്ടലിൽ സമർപ്പിച്ചുകൊണ്ട് ഓൺലൈനായി അപേക്ഷിക്കാം. ശരിയായി പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം കമ്മിറ്റി ആവശ്യപ്പെടുന്ന എല്ലാ പ്രസക്ത രേഖകളും അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 17 അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കുന്നതിന് അവസാന തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം.